എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. ഇതൊക്കെ വെറും സാമ്പിൾ. മലയാളവും മുണ്ടുടുക്കലും മാത്രമല്ല, ഒരു പരിപാടിക്ക് വിളിച്ചാൽ മറ്റാരെക്കാളും മുന്നേ സ്റ്റേജിലെത്തി ഇരിപ്പുറപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖറിന് നന്നായി അറിയാം. ദേ ഇങ്ങനെ. അല്ല, രാജീവ് ചന്ദ്രശേഖറിന് കേരള രാഷ്ട്രം അറിയില്ല. ഇതൊക്കെ ആരാ സാറേ പറഞ്ഞേ? വിഴിഞ്ഞം ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രിക്ക് പോലും കിട്ടാത്ത സ്ക്രീൻ പ്രസൻസ് ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുത്ത ആൾക്കാണോ കേരള രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പറയുന്നേ? 100% കറക്റ്റാണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ വേദിയിൽ ഫസ്റ്റ് അടിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളന്മാർ ആഘോഷമാക്കി കഴിഞ്ഞു. എങ്ങനെ ആഘോഷമാക്കാതിരിക്കും? അമ്മാതിരി പ്രകടനമല്ലായിരുന്നു. വേദിയിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ ചില്ലറ തൊലിക്കട്ടിയെങ്ങാനും മതിയോ? അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. ലൂസിഫറിലെ മാസ് ഡയലോഗ് ഇങ്ങനെ പറഞ്ഞ് കുളമാക്കേണ്ടിയിരുന്നില്ല എന്നാണ് ട്രോളന്മാരുടെ പക്ഷം. മുണ്ടുടുത്താലും മുണ്ട് മടക്കി കുത്തിയാലും മുണ്ട് അയച്ച് തലയെ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അല്ല സാറേ, കേരള രാഷ്ട്രീയം ശരിക്കും അദ്ദേഹം ഇനി പഠിക്കേണ്ടതുണ്ടോ? പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെ? ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ്, അതാണ് ഞങ്ങൾക്ക് നല്ലത്. ഓ, ആക്കിയതാണല്ലേ. PR ഏജൻസികൾ കരഞ്ഞു കാണും. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും. പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങളൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. അദ്ദേഹത്തെ പഴയ BJPക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ചു തെറിയും പറഞ്ഞോട്ടെ. ഇക്കണ്ട പ്രകടനമെല്ലാം സദസ്സിലിരുന്ന് കണ്ട മന്ത്രി റിയാസിനും ഇതൊന്നും അങ്ങ് സഹിച്ചിട്ടില്ല. ഇതെല്ലാം അല്പത്തരമാണെന്ന് മന്ത്രി സ്പോട്ടിൽ കൊടുത്തു മാധ്യമങ്ങൾക്ക് ബൈറ്റ്. പിന്നാലെ ദാ വരുന്നു പരിഹാസ പോസ്റ്റ്. ഞങ്ങൾ സദസ്സിലുണ്ട്, രാജീവ് ചന്ദ്രശേഖർ വേദിയിലും. സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഷോ ഇറക്കിയ പ്രകടനത്തെ 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനവുമായി കണക്ട് ചെയ്തും ട്രോളുകളുണ്ട്. അന്ന് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം മെട്രോയിൽ ഇടം പിടിച്ചത് അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനായിരുന്നു. സോഷ്യൽ മീഡിയകളിൽ പുതിയൊരു പദം ട്രോളന്മാർ സമ്മാനിച്ചതും അന്നാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പ്രകടനവും ഏറെക്കാലം ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുമെന്ന് ഉറപ്പാണ്.